പാർട്ട് ടുവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഭീം അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ടൈമിന് ക്യൂ അവനെ കോൾ ചെയ്തിട്ട് 2 വരി പാട്ടൊക്കെ കേൾപ്പിച്ച ശേഷം അവൻ്റെ അടുത്ത് ഇന്ന് ലോയ് ക്രാത്തോങ് അല്ലേ, നമുക്ക് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ്. ലോയ് ക്രാത്തോങ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ളൊരു ഫെസ്റ്റിവൽ പോലൊരു സംഭവമാണ്. അപ്പോൾ അത് കേട്ടോണ്ടേ ഭീമാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്യൂ മറ്റൊന്നും കേൾക്കാൻ നിൽക്കാതെ എങ്കിൽ ഓക്കെ നമുക്ക് വൈകുന്നേരം അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്ന ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്, അതായത് അവിടെ ഈ കുഞ്ഞ് സ്റ്റോൾ നമുക്ക് ഈ പള്ളിപ്പെരുന്നാളൊക്കെ വരുമല്ലോ ആ ഒരു കണക്കിന് അവിടെ സ്റ്റോളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കുറേ ഈ തിരക്കൊക്കെ ആയിട്ട് കുറേ ഗെയിംസും സ്നാക്സ് വാങ്ങാനുള്ള കടകളും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ഇങ്ങനെ തിരക്കായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി ക്യൂവും ചെയിനും പന്നും എത്തിയിട്ടുണ്ടായിരുന്നു. പന്നിങ്ങനെ എന്തൊക്കെയോ ഫുഡ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അങ്ങോട്ടേക്ക് ഭീമും വരുന്നുണ്ട്. ഭീമ് വന്നിട്ട് ടാൻ എവിടെയും ചോദിക്കുകയാണ്. ചെയിനപ്പോൾ ടാൻ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാനായിട്ട് പോയിരിക്കാന്ന് പറയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ടാൻ വരാണ്. ടാൻ വന്നപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മറ്റാരുമല്ല, പുമ്മും ബിക്കും ബിയറും പിന്നെ നമ്മുടെ പുമ്മിൻ്റെ ബ്രദറായിട്ടുള്ള ഫാങ്ങും. ഫാങ്ങിനെ പരിചയപ്പെടുത്തുന്ന ടൈമിന് അവൻ എടുത്ത് പറയുന്നുണ്ട് ഇതെൻ്റെ ഫ്യൂച്ചർ ബോയ് ഫ്രണ്ടാണെന്ന്. അങ്ങനെ എല്ലാവരും ഹായ് പറയുന്ന ടൈമിന് ഫാങ് ആണെങ്കിൽ റെസ്പെക്റ്റ് ഒന്നും കാണിക്കാൻ നിൽക്കണ്ട, നമ്മളെല്ലാവരും ഒരേ ഇയറിൽ തന്നെയാണ് പഠിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് അവരെല്ലാവരും കൂടെ എങ്കിൽ ശരി നമുക്ക് ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ടാനാണെങ്കിൽ ഓക്കെ ശരിയെന്ന് പറഞ്ഞ് ഫാങ്ങിനെ വിളിച്ചുകൊണ്ട് ഒരു ദിശയിൽ അങ്ങ് പോവുകയാണ്. ഈ ടൈമിന് പന്നും മിക്കും കൂടെ ആയിട്ട് എന്തോ ഒന്ന് കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടെ ഒരുമിച്ച് പോവാണ്. ഇത് കണ്ടിട്ട് ചെയിനാണെങ്കിൽ നീ എന്തിനാ അവൻ്റെ കൂടെ പോയതെന്ന് പറഞ്ഞ് ചെറുതായിട്ട് ജലസായിട്ടുണ്ടെന്ന് തോന്നുന്നു അവൻ്റെ പുറകെ ഓടിപ്പോകുന്നുണ്ട്. ബിയറും അവരുടെ കൂടെ അങ്ങ് പോവാണ്. അങ്ങനെ ക്യൂവും ഞാൻ പോകാമെന്നായിട്ട് അവൻ ഒറ്റയ്ക്ക് നടന്നു പോവാണ്. അങ്ങനെ ബാക്കി വന്നത് പിഎമ്മും പുമ്മുമായിരുന്നു. അങ്ങനെ അവരൊറ്റയ്ക്കായപ്പോൾ അവരിങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ടാനാണെങ്കിൽ ഫാങ്ങിനെ വിളിച്ച് ഒരു സ്ഥലത്തോട്ട് വന്ന് നിൽക്കുന്നതാണ്. ആ ടൈമിന് ഫാങ് ആണെങ്കിൽ നീ എന്തിനാ എൻ്റെ കൈ പിടിച്ചോണ്ട് വന്നത്, എനിക്കെന്താ നിൻ്റെ കൂടെ വരാനാണ് ആഗ്രഹം എന്നാണോ നീ വിചാരിച്ചേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ടാനിന് വിഷമമായിട്ട് അപ്പം നിനക്ക് എൻ്റെ കൂടെ വരാൻ ആഗ്രഹം ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ടാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ടൈമിന് ഫാങ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് പറയാനായിട്ട് പറയാണ്. അങ്ങനെ ടാനാണെങ്കിൽ നമുക്ക് പോയി ക്രാത്തോങ് വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ഫാങ്ങിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഈ ക്രാത്തോങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാത്രം പോലത്തെ ഒരു സംഭവത്തിൽ ഇങ്ങനെ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് 2 തിരിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. കാരണം ഈ ഫെസ്റ്റിവലിൻ്റെ പേര് തന്നെ ലോയ് ക്രാത്തോങ് എന്നാണ്. അപ്പോൾ ഈ ക്രാത്തോങ് എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചിട്ട് നദിയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ആഗ്രഹം പ്രാർത്ഥിച്ച ശേഷം ഇതിങ്ങനെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടും. ഇതാണ് ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ ഫാങ് ഇത് സമ്മതിച്ചുകൊണ്ട് തന്നെ ടാൻ ചെന്ന് ഒരെണ്ണം വാങ്ങുകയാണ്. അങ്ങനെ അതവർ വാങ്ങിച്ചോണ്ട് വന്നിട്ട് നമുക്കിത് ഒഴുക്കി വിടാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാങ് ഇപ്പോഴേ ഒഴുക്കി വിടണമെന്ന് ചോദിക്കുമ്പോൾ ടാൻ കുറേ കഴിയുമ്പോൾ ഭയങ്കര തിരക്കാവും, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ചെയ്യാമെന്ന് പറയാണ്. ആ സമയം ടാൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ഫാങ് നീ ഒരെണ്ണമല്ലേ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ടാനാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് ഒഴുക്കി വിടാമെന്ന് പറയാണ്. അങ്ങനെ ഫാങ് അത് സമ്മതിച്ചിട്ട് ഇവരുടെ കൂടെ ഒഴുക്കി വിടാനായിട്ട് അതിൽ പിടിച്ച ശേഷം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥിച്ച ശേഷം ഒഴുക്കി വിടുന്നുണ്ട്. അങ്ങനെ ഒഴുക്കി വിട്ടിട്ട് അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ടൈമിന് ടാനാണെങ്കിൽ ഫാങ്ങിൻ്റെ അടുത്ത് എന്തോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഫുൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ടാനങ്ങനെ അവൻ്റെ ധൈര്യം സംഭരിച്ച ശേഷം ഫാങ്ങിൻ്റെ അടുത്ത് നമുക്ക് രണ്ടുപേർക്ക് ഡേറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഫാങ് അവനെ നോക്കുന്നില്ല, തിരിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. എന്നിട്ട് ടാനാണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാണ്. അത് പറഞ്ഞതും ഫാങ് ഉടനെ ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. ആ ടൈം ഇത് കേട്ട് ടാൻ ഒന്ന് ഷോക്കായ ശേഷം ഫാങ്ങിൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഫാങ് ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, നമുക്ക് ഡേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് എക്സൈറ്റഡ് ആയിട്ട് ടാൻ തുള്ളിച്ചാടിയിട്ട് നമ്മുടെ ഫാങ്ങിൻ്റെ പുറത്തേക്ക് ചാടി കയറാണ്. അങ്ങനെ ഒരു മൂവ് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചായിരുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ താഴേക്ക് ഇറങ്ങിയിട്ട് സോറി പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് അറിയാതെ ചെയ്തു പോയെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ കൈ നീട്ടിയിട്ട് ഞാൻ എൻ്റെ കൈ പിടിച്ചോട്ടേ ചോദിക്കുകയാണ്. ആ ടൈമിൽ ഫാങ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൈ പിടിക്കുകയാണ്. ആ ഒരു ടൈമിൽ തന്നെ ടാനാണെങ്കിൽ ഞാൻ ഇനി തൊട്ട് നിന്നെ ബേബിന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതും ഫാങ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ടാനാണെങ്കിൽ ഫാങ്ങിനെ ബേബിന്ന് വിളിക്കുകയാണ്. അത് വിളിക്കുന്ന ടൈമിന് അവൻ ഭയങ്കരമായിട്ട് ഷൈ ആവുന്നുണ്ട്. അങ്ങനെ ഇത്രയും എപ്പിസോഡുകൾ കഴിഞ്ഞതിൻ്റെ ഒടുവിൽ 4 കപ്പിൾസിൽ ഒരു കപ്പിളങ്ങ് സെറ്റാവുകയാണ്. അങ്ങനെ അവരിങ്ങനെ കൈയും പിടിച്ച് നടന്നു പോകുന്ന ടൈമിന് ടാനാണെങ്കിൽ ഞാൻ നിൻ്റെ കവളിലൊന്ന് കിസ് ചെയ്തോട്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഫാങ് ആണെങ്കിൽ പെട്ടെന്ന് കിസ് ചെയ്യും, ഇല്ലെങ്കിൽ ആരെങ്കിലും കാണുമെന്ന് പറയാണ്. ഇത് കേട്ടോണ്ടേ തന്നെ ടാൻ ഫാങ്ങിൻ്റെ കവളിലൊന്ന് കിസ് ചെയ്തിട്ട് അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടി പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ചെയിനും പന്നും മിക്കും ബിയറും കൂടി നടന്നു പോകുന്നതാണ്. ആ ഒരു ടൈമിന് ചെയിൻ അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ളൊരു പെൺകുട്ടിയെ കാണുകയാണ്. അങ്ങനെ അവിടെ അടുത്ത് നീ ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നത്, നീ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നടന്നു പോവാണ്.
ചെയിൻ ആ പെൺകുട്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് മിക്കും ബിയറൊക്കെ അവനെ ആ പെൺകുച്ചിനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു ടൈമിന് ചെയിനിന് മറ്റൊരു പെൺകുച്ച് കോൾ ചെയ്യാണ്. ആ സമയം ചെയിനാണെങ്കിൽ കോൾ എടുത്തിട്ട് എനിക്കിപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, പിന്നീട് മീറ്റ് ചെയ്യാൻ പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. ആ ടൈമിനും പന്നും മിക്കും ബിയറും കൂടി ആയിട്ട് ഇവൻ ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കാണ്. ആ ടൈമിന് ചെയിൻ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല എന്ന് അവർ പറയുന്നുണ്ട്. ആ സമയം പന്നാണെങ്കിൽ ഇവന് കോളേജിലുള്ള എല്ലാ പെൺപിള്ളേരെ അറിയാം, ഇവൻ്റെ എല്ലാ എക്സ് ഗേൾ ഫ്രണ്ട്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പന്നാണെങ്കിൽ മിക്കിൻ്റെ അടുത്ത് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നങ്ങ് പോവാണ്. അങ്ങനെ ബാക്കിയായിട്ട് ചെയിനും ബിയറും മാത്രമേ വന്നുള്ളൂ. അങ്ങനെ അവരും ഒരു ഗ്രൂപ്പായിട്ട് അങ്ങ് ഒരുമിച്ച് അങ്ങ് നടന്നു പോവാണ്. അതിനുശേഷം പീമിനെയും പുമ്മിനെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ നടന്നു പോകുന്ന ടൈമിന് പുമ്മാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പാവകളൊക്കെ ഇരിക്കുന്നുണ്ടിട്ട് പീമിൻ്റെ അടുത്ത് കൊള്ളാല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ടോയ് വന്നിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ടൈമിന് ഇവന് ഒരുമിച്ച് നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങളുടെ ശരിക്കും ഡേറ്റിങ്ങിലെല്ലാം ആണോ, എൻ്റെ അടുത്ത് നല്ല നല്ല പറഞ്ഞത്, പക്ഷേ എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പീം നമ്മൾ ഡേറ്റിങ്ങിലൊന്നും അല്ല, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളിങ്ങനെ സ്പ്ലിറ്റായിട്ട് ഓരോ വഴിക്ക് പോയതാണെന്ന് പറയാണ്. ആ ഒരു ടൈമിന് ക്യൂ ആണെങ്കിൽ അന്ന് അവിടെ പെർഫോം ചെയ്യാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ക്യൂവിന് ശരിക്കും പെർഫോം ചെയ്യുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് ടോയ് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പീം പെർഫോം ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവനാണെങ്കിൽ പാട്ട് പാടാനായിട്ട് സ്റ്റേജിൽ കയറുമെന്ന് പറയാണ്. അങ്ങനെ ടോയ് അത് കേട്ടിട്ട് ഇവരുണ്ടെങ്കിലും വിളിച്ചിട്ട് നേരെ മാത്യുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. മാത്യു അവിടെ ഒരു സ്റ്റോൾ ഇട്ടിട്ട് ഈ പഞ്ഞി മുട്ടായിയൊക്കെ വിൽക്കുമായിരുന്നു. അങ്ങനെ ടോയ് ആണെങ്കിൽ ഒരെണ്ണം വാങ്ങാനായിട്ട് എടുക്കുകയാണ്. പക്ഷേ അവൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പുമ്മാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പുമ്മ് ഭീമിനെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഭീം വേണ്ടാന്ന് പറഞ്ഞിട്ട് പുമ്മ് അച്ചോളാനായിട്ട് പറയാണ്. അതിനുശേഷം ഇവരെല്ലാവരും ക്യൂ പെർഫോം ചെയ്യാനായിട്ട് നിൽക്കുന്ന ആ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഈ ഒരു ടൈമിന് നമ്മുടെ ഫാങ്ങും ടോയും കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫാങ് ആണെങ്കിൽ ടോയുടെ അടുത്ത് നീ അങ്ങ് എബ്രോഡ് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഉള്ള കാര്യം എന്നോടൊന്ന് പറയുക പോലും ചെയ്തില്ലല്ലോ, ഉമ്മ പറഞ്ഞപ്പോഴാണ് നീ ഇവിടെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോയാണെങ്കിൽ ഫാങ്ങിൻ്റെ അടുത്ത് സോറി എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടൊരു മിണ്ടിയ ശേഷം മിക്കിൻ്റെ അടുത്തും ബിയറിൻ്റെ അടുത്തൊക്കെ ടോയ് ഹായ് പറയാണ്. ആക്ച്വലി ഇവർക്കൊക്കെ പണ്ടേ അറിയാം. അപ്പോൾ ടാനാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോയെന്ന് വെച്ചപ്പോൾ മിക്കാണെങ്കിൽ ഞാനും ടോയും ഒരു സ്ഥലത്താണ് താമസിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ വീട് ഒരിടത്താണെന്നൊക്കെ പറയാണ്. അതിനുശേഷം ക്യൂവിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാവരും കൂടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് ചെന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയം ക്യൂ ആണെങ്കിൽ അവിടെ പാട്ട് പാടാനായിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് എല്ലാവരും അടുത്ത് നിങ്ങളെല്ലാവരും റെഡിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോൺസേർട്ടിൻ്റെ മൂഡൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ അങ്ങ് പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ്. ആ ഒരു ടൈമിന് നമ്മുടെ ടാനും ഫാങ്ങും കൂടെ കുറച്ചൊക്കെ റൊമാൻറ്റിക് ആകുന്നുണ്ട്. പീം ഇങ്ങനെ പാട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമിന് പുമ്മ് പീമിനെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിന് പീമാണെങ്കിൽ ഇങ്ങനെ പാട്ടിൽ ശ്രദ്ധിച്ചേക്കാണ്. കറക്റ്റ് ടൈമിന് പുമ്മ അവൻ്റെ കൈ പിടിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ആ സമയം ഭീം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചപ്പോൾ ലോയ് ക്രാത്തോങ്ങിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയാണ്. ആ ടൈമിന് അവൻ നമ്മൾ ഓൾറെഡി ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തല്ലേ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുമ്മ് അതിന് മറുപടി കൊടുക്കാതെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് ചെല്ലാണ്. ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന ടോയ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ടോയ്ക്ക് ആ സമയത്ത് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടോയ്ക്ക് ഓൾറെഡി തന്നെ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്തോ ഇങ്ങനെ കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നത് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. അങ്ങനെ എല്ലാം ഇങ്ങനെ പാട്ടൊക്കെ കണ്ടിന്യൂ ആവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് ആ ഒരു കോൺസേർട്ട് പോലെ സംഭവമൊക്കെ അവിടെ എൻഡ് ആവുകയാണ്. ഇതേ സമയം പുമ്മും ഭീമും കൂടെ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് അമ്പലമൊക്കെ ഉള്ള ആ ഒരു വശത്തേക്ക് വരികയാണ്. ആ ടൈമിന് ഭീമും പുമ്മിൻ്റെ അടുത്ത് നീ അമ്പലത്തിലൊക്കെ വരാറുണ്ടോ എന്ന് വെച്ചപ്പോൾ എന്താ എനിക്ക് വരാൻ പാടില്ലേ എന്ന് പുമ്മ തിരിച്ച് ചോദിക്കുകയാണ്. എന്നിട്ട് പുമ്മ ഭീമിൻ്റെ അടുത്ത് ഇന്ന് ഞാൻ കുറച്ച് നല്ലവനാവാൻ തീരുമാനിച്ചു, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നീ എൻ്റെ വേലക്കാരനായിരിക്കണ്ടെന്ന് പറയാണ്. ആ സമയം ഭീമ നീ സീരിയസ് ആയിട്ട് പറയുകയാണെന്ന് വെച്ചപ്പോൾ പുമ്മ അതേന്ന് പറയാണ്. അപ്പോൾ ഭീമ് എങ്കിൽ ഓക്കെ വാ നമുക്ക് അടിച്ച് പൊളിക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ ഫുള്ള് കറങ്ങി നടക്കുകയാണ്. ഈ ഐസ്ക്രീമും സ്നാക്സും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചൊക്കെ നടന്ന് അതിൻ്റെ കൂടെ തന്നെ പല ഗെയിമൊക്കെ കളിച്ച് ഇവരിനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ആ സമയം ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഈ ഒരു ബലൂണിൽ കറക്റ്റ് ഉന്നം വെച്ചിട്ട് എറിഞ്ഞ് അത് പൊട്ടിക്കുന്ന ആ ഒരു ഗെയിം ഉണ്ടല്ലോ അത് കളിക്കുകയാണ്. അതിൽ ഭീമിനെക്കാൾ നന്നായിട്ട് പുമ്മ കളിക്കുന്നുണ്ട്. അങ്ങനെ ജയിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് പാവക്കുട്ടി സമ്മാനമായിട്ട് കിട്ടായിരുന്നു. അങ്ങനെ പുമ്മ കളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു എരുമയുടെ പാവക്കുട്ടി മതി എന്ന് പറയാണ്. അത് എരുമയുടെ പാവക്കുട്ടിയാണെന്ന് പറയുന്നതിലും അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് അവനത് ഭീമിന് കൊടുക്കുകയാണ്. ആ ടൈമിന് ഭീമ് ഈ എരുമയുടെ സാധനം തന്നിട്ട് നീ എന്നെ കളിയാക്കാൻ നോക്കുകയെന്ന് ചോദിച്ചപ്പോൾ പുമ്മ കളിയാക്കാൻ നോക്കിയെന്നല്ല, അതിനെക്കാളും നിന്നെപ്പോലെ തന്നെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അവിടെ വെച്ച് രണ്ടുപേരും കളിച്ച് നിന്നിട്ട് അവരതുവഴി എങ്ങോട്ടോ നടന്നു പോവാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ക്യൂ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എല്ലാവരും അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇടയ്ക്കിട്ട് പരസ്പരം എല്ലാവരും ഇട്ട് താങ്ങുന്നുമുണ്ട്. ഈ ഒരു ടൈമിന് എല്ലാവരും ആ ഒരു ക്രാത്തോങ് വെള്ളത്തിലേക്ക് പ്രാർത്ഥിച്ചൊഴുക്കി വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ടോയ് ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ടോയ് ആണെങ്കിൽ അത് പിന്നെ എനിക്കത് ഒഴുക്കി വിടണം, ആരും എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് എല്ലാവരും ഞങ്ങൾ ഒഴുക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ക്യൂ ഒഴുക്കി വിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ടോയ്ക്ക് ക്യൂവിനെ വിളി എന്ന് പറഞ്ഞ് ആക്ഷൻ കാണിക്കുകയാണ്. അങ്ങനെ ടോയ് ക്യൂവിനെ വിളിച്ചപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും പാവം എല്ലാവരും ചോദിക്കുന്ന നമുക്ക് ഒന്ന് കൂടെ പോകാനായിട്ട് പറയാണ്.
അങ്ങനെ ക്യൂ ആണെങ്കിൽ ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ സ്പ്ലിറ്റ് ആവുകയാണ്. ബിയറമ്മിക്ക് ഒരു വഴിക്ക് പോയി, ചെയിനും പെന്നെ മറ്റൊരു വഴിക്ക് പോയി, ടാനും ഫാങ് വേറൊരു വഴിക്ക് പോയി. ഇവരുടെ ഒരു കൂടെയായിട്ട് ക്രാത്തോങ് വാങ്ങാനായിട്ട് ചെന്നു. അങ്ങനെ ക്രാത്തോങ് ക്യൂ ആണെങ്കിൽ അവന് വേണ്ടി ഒരെണ്ണം വാങ്ങിച്ചു. ടോയ് വാങ്ങാതെ നിൽക്കുന്നുണ്ടപ്പോൾ ക്യൂ എന്താ വാങ്ങാത്തതെന്ന് വെച്ചപ്പോൾ ടോയ് എൻ്റെ പൈസയില്ല, എനിക്കൊരെണ്ണം വാങ്ങിച്ചു തരാമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ എനിക്കൊന്നും വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ സത്യമായിട്ട് എൻ്റെ പൈസ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്, നമുക്ക് രണ്ടുപേർക്കും ഇത് ഒരുമിച്ച് ഒരെണ്ണം ഒഴുക്കി വിട്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യൂ ആണെങ്കിൽ നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നടന്നു പോവാണ്. അങ്ങനെ ആ ഒരെണ്ണത്തിന് അവരുടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒഴുകി വിടാണ്. ഈ ഒരു ടൈമിൽ ഇവരുടെ തമ്മിൽ ഐ കോണ്ടാക്റ്റ് ഒക്കെ ആവുന്നുണ്ട്. അതിനുശേഷം പുമ്മിനെയും മീമിനെയും കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഈ ക്രാത്തോങ് ഇതിലായിട്ട് ഒഴുക്കി വിടാത്തതുകൊണ്ട് തന്നെ അത് വാങ്ങാനായിട്ട് ചെല്ലാണ്. നോക്കിയപ്പോഴത്തേക്കും കടയിൽ ഒരെണ്ണം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരിലും ആരത് ആദ്യം വാങ്ങുമെന്ന് വിചാരിച്ചിട്ട് അവരോടൊരു പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുകയാണ്. എന്നാൽ ആദ്യം പുമ്മായിരുന്നു പൈസ എടുത്ത് കൊടുത്തത്, അതുകൊണ്ട് തന്നെ ആ ഒരു ക്രാത്തോങ് അവന് കിട്ടാണ്. ഇതുവരെ കണ്ടതിൽ വെച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടും കുറച്ച് വലുതായിട്ടുള്ള ക്രാത്തോങ് ആയിരുന്നു അത്. ഇതൊരു വാഴയില വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് അവന് കിട്ടിയോണ്ട് തന്നെ പീമിനിപ്പോൾ ഇല്ലാതിരിക്കുകയാണ്. ആട്ടവന് പുമ്മ് വേറൊരെണ്ണം ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ആ കടയിലെ ലേഡി ഇല തീർന്നു, കുറച്ച് തട ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അത് മതിയെന്ന് പറയാണ്. അങ്ങനെ അവരൊരെണ്ണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് ഭയങ്കര കുഞ്ഞായിരുന്നു, പക്ഷേ അത് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ പീമ് എനിക്കിത് മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങാണ്. പക്ഷേ പുമ്മ അത് കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവർ നടന്നു പോകുന്ന ടൈമിൽ പീമ് എൻ്റെ ഈ ക്രാത്തോങ് കണ്ടിട്ട് നിനക്ക് എപ്പോഴാണ് ചിരി തീരാൻ പോകുന്നത്, നിനക്ക് ചിരിച്ച് മതിയായില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നടന്നു നിന്നിട്ട് ഈ ഒരു ക്രാത്തോങ് വെള്ളത്തിലേക്ക് ഒഴുക്കി വിടാനായിട്ട് കത്തിക്കുകയാണ് അതിൻ്റെ തിരിയൊക്കെ. ആ ടൈമിന് പീമ് പുമ്മിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പുമ്മ് ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ പുമ്മാണെങ്കിൽ എന്തിനാ എന്നെ തന്നെ നോക്കുന്നത്, ഞാൻ അത്ര സുന്ദരനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഭീമ മറുപടി കൊടുക്കാതെ അവരുടെ അത് ഒഴുക്കി വിടാൻ വേണ്ടി പോവാണ്. ആ ടൈമിന് ഭീമാണെങ്കിൽ വെയിറ്റ് ആദ്യം എന്തെങ്കിലും വിഷ് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് വിഷയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ ഇത് ഒഴുക്കി വിടാണ്. ആ ഒരു ടൈമിന് ഭീമിൻ്റെത് ഇല വെച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ അത് വെള്ളത്തിൽ ഒഴുക്കി വിടുമ്പോൾ മുങ്ങിപ്പോവോ എന്ന് ചോദിക്കുകയാണ്. ആട്ടവന് പുമ്മ് ഇല്ല മുങ്ങിപ്പോകത്തില്ല, എൻ്റെ ക്രാത്തോങ് നിൻ്റെ ക്രാത്തോങ് മുങ്ങിപ്പോവാതെ എപ്പോഴും സംരക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഒരു കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കത്തിച്ച് എൻജോയ് ചെയ്യാണ്. എന്നിട്ട് തിരിച്ച് ഭീമ് പറഞ്ഞതുകൊണ്ട് തന്നെ പുമ്മ് ഭീമിനെ കോളേജിലേക്ക് കൊണ്ടുവിടാണ്. ആട്ടവന് പുമ്മ് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടണ്ട എന്ന് നിനക്ക് ഉറപ്പാണെന്ന് വെച്ചപ്പോൾ ഭീമ് അതേ വേണ്ട, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറയാണ്. ആട്ടവന് പുമ്മ് ഈ നേരത്താണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ആർട്സ് പിള്ളേർക്ക് രാത്രിയും പകലൊന്നും ഇല്ല, ഞങ്ങൾക്ക് നമ്മുടെ വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി, ഇപ്പം അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാമെന്ന് പറയാണ്. ആ ടൈമിന് പുമ്മ് ഞാൻ നിന്നെ അകത്തേക്ക് കൊണ്ടുപോകണമെന്ന് വെച്ചപ്പോൾ ഭീമ് അത് ആവശ്യമില്ലാന്ന് പറയാണ്. ആ ഒരു ടൈമിന് പുമ്മ് ഇന്ന് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു, ഞാൻ ഈ മുമ്പേ ഇങ്ങനെയൊന്നും ഈ ഫെസ്റ്റിവലിന് പോയിട്ടില്ല, എൻ്റെ പാരൻസിന് ഇതിനൊന്നും വരാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല, എന്നോട് ആകെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ഫാങ്ങും ബിയറും ഒക്കെയാണ്, എൻ്റെ അവിടെ ഇന്ന് ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറയാണ്. ആ ടൈമിന് ഭീമ് സന്തോഷിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് അവൻ്റെ മനസ്സിൽ അവ വന്ന് ഡ്രിങ്ക് ചെയ്തിട്ട് പുമ്മിൻ്റെ അടുത്ത് നിനക്ക് വലിയൊരു മൂക്കാണുള്ളത്, നല്ല രസമുള്ള കണ്ണാണുള്ളത്, നിനക്ക് നല്ല അടിപൊളിയുള്ള മുഖമാണുള്ളത് എന്നൊക്കെ പറഞ്ഞത് ഓർക്കാണ്. ഇത് ഓർത്തിട്ട് ഭീമാണെങ്കിൽ പുമ്മിൻ്റെ ചുണ്ടിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പുമ്മിനെ കിസ് ചെയ്യാണ്. അതൊരു കുഞ്ഞ് കിസ്സൊന്നും ആയിരുന്നില്ല, കുറച്ച് ലെങ്തുള്ളൊരു കിസ്സ് തന്നെയായിരുന്നു. അങ്ങനെ അവർ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആവുകയാണ്. കണ്ടിട്ട് ഈ ഒരു കപ്പിളും സെറ്റ് ആവാറായെന്നാണ് തോന്നുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടറിയാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് 1 വീക്ക് കഴിഞ്ഞിട്ടേ റിലീസ് ആവത്തുള്ളൂ. റിലീസായ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.